2018 ജൂലൈ 1 ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിലെ ബുരാരിയിൽ നിന്നും ഒരു ദുരൂഹമായ കൂട്ടമരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു സാധാരണ കുടുംബത്തിലെ 11 പേരെയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസുകാരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിച്ചിരുന്നെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ മരണങ്ങൾക്കുള്ളിലെ മറ്റൊരു ദുരൂഹത ചുരുളഴിയുകയാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള അനവധി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സന്ത് നഗറിലെ ചുന്താവത് കുടുംബം ബുരാരിയിൽ ഏകദേശം 20 വർഷമായി താമസിക്കുന്നവരാണ്. ഒരു പലചരക്ക് കടയും പ്ലൈവുഡ് ബിസിനസ്സും നടത്തി സമാധാനപരമായി ജീവിച്ചിരുന്ന ഈ കുടുംബത്തിൽ നാരായണി ദേവിയും അവരുടെ 3 മക്കളും മരുമക്കളും ചെറുമക്കളുമാണ് ഉണ്ടായിരുന്നത്. 2018 ജൂലൈ 1 ഞായറാഴ്ച പതിവായി രാവിലെ 5 മണിയോടെ തുറക്കാറുള്ള ഇവരുടെ പലചരക്കു കട തുറക്കാത്തതിൽ സംശയം തോന്നി അയൽവാസികൾ വീട്ടിലെത്തി. വീടിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നില്ല. ഉള്ളിൽ പ്രവേശിച്ച അയൽക്കാർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. 10 പേരെയും വീടിന്റെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നു. വായ ടേപ്പ് ഉപയോഗിച്ച് അടച്ചിരുന്നു. കൈകളും കാലുകളും കെട്ടിയിട്ടിരുന്നു. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ നാരായണി ദേവിയെ വീടിന്റെ മറ്റൊരു മുറിയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലും കണ്ടെത്തി. വീടിന്റെ ടെറസിൽ അവരുടെ വളർത്തുനായയെ കെട്ടിയിട്ട നിലയിലും കണ്ടെത്തിയിരുന്നു. പ്രാഥമികമായ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു കൂട്ടക്കൊലപാതകമെന്നാണ് സംശയിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 11 ഡയറിക്കുറിപ്പുകൾ കേസിന്റെ ഗതി മാറ്റിമറിക്കുകയായിരുന്നു. 2007 മുതൽ 2018 വരെയുള്ള കാലയളവിൽ കുടുംബത്തിലെ നാരായണി ദേവിയുടെ ഇളയ മകനായ ലളിത് ചുന്താവത് എഴുതിയ ഡയറിക്കുറിപ്പുകളായിരുന്നു അവ. ഈ ഡയറിക്കുറിപ്പുകളിൽ ലളിതിന്റെ വിചിത്രമായ വിശ്വാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. 2007 ലളിതിന്റെ പിതാവായ ഭോപ്പാൽ സിംഗ് സ്വാഭാവികമായി മരണപ്പെട്ടു. ശേഷം ലളിത് വളരെ ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായി മാറുകയും ക്രമേണ പിതാവിന്റെ ആത്മാവ് തന്നിൽ പ്രവേശിച്ചുവെന്നും ആ ആത്മാവ് തനിക്ക് മോക്ഷപ്രാപ്തി നേടാനുള്ള വഴികൾ ഉപദേശിക്കുന്നുവെന്നും ലളിത് കുടുംബാംഗങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഡയറിക്കുറിപ്പുകളിൽ മോക്ഷം നേടുന്നതിനായി ചെയ്യേണ്ട വിവിധ ആചാരങ്ങളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചും ലളിത് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ ആചാരങ്ങളെല്ലാം ലളിതിന് പിതാവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളായാണ് കുടുംബത്തെ വിശ്വസിപ്പിച്ചിരുന്നത്. കുടുംബത്തിലെ ഓരോ അംഗവും എങ്ങനെ പെരുമാറണം, എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഈ ഡയറിയിലുണ്ടായിരുന്നു. മരണം നടന്ന ദിവസം രാത്രി നടന്ന ആചാരത്തെക്കുറിച്ചും ഡയറിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് അവസാനത്തെ ആചാരവുമാണ്. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ആൽമരത്തിന്റെ വേരുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ തൂങ്ങി മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നും പിതാവിന്റെ ആത്മാവ് വന്ന് അവരെ രക്ഷിക്കുമെന്നും ലളിത് കുടുംബത്തെ വിശ്വസിപ്പിച്ചു. ഈ ആചാരം ഒരു കൃത്യമായ പ്രാർത്ഥനയാണെന്നും അതിലൂടെ കുടുംബത്തിന് വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്നും അവർ കരുതി. ലഭ്യമായ തെളിവുകളുടെയും ഡയറിക്കുറിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ഇതൊരു കൊലപാതകമല്ലെന്നും ഒരു കൂട്ട ആത്മഹത്യയാണെന്നും പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലളിതിന്റെ വിശ്വാസങ്ങളെയും നിർദ്ദേശങ്ങളെയും പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഇതൊരു പങ്കിട്ട മാനസിക വിഭ്രാന്തി, അതായത് ഷെയർഡ് സൈക്കോസിസ് എന്ന മാനസികാവസ്ഥയുടെ ഫലമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഒരു വ്യക്തിയുടെ വിഭ്രാന്തമായ വിശ്വാസങ്ങൾ അടുത്തു ബന്ധമുള്ള ഒന്നോ അതിലധികമോ ആളുകളിലേക്ക് പകരുന്ന അവസ്ഥയാണിത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംഭവം നടന്ന ദിവസം രാത്രി കുടുംബാംഗങ്ങൾ ആചാരങ്ങൾക്കായി സ്റ്റൂളുകളും മറ്റു സാധനങ്ങളും കൊണ്ടുവരുന്നത് വ്യക്തമായിരുന്നു. മൃതദേഹങ്ങളിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ആത്മഹത്യ എന്ന വാദത്തെ കൂടുതൽ ബലപ്പെടുത്തി. നാരായണി ദേവിക്ക് നടക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അവരെ മറ്റാരോ ശ്വാസം മുട്ടിച്ചു കൊന്നതാകാമെന്നും അതും ഈ ആചാരത്തിന്റെ ഭാഗമായിരിക്കാമെന്നും അനുമാനിക്കപ്പെടുന്നു. ഈ സംഭവത്തിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും തെറ്റായ ആചാരങ്ങൾക്കും അടിമപ്പെട്ട് ഒരു സാധാരണ കുടുംബം എങ്ങനെ കൂട്ടനാശത്തിലേക്ക് കൂപ്പുകുത്തി എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായി നിലകൊള്ളുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം, ശാസ്ത്രീയമായ ചിന്താരീതികൾ എന്നിവയുടെ പ്രാധാന്യം ഈ കേസ് സമൂഹത്തിനെ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ഈ കേസ് ബുരാരി ഡെത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു.